എടോ രാധിക, ആരൊക്കെ തടസ്സം നിന്നാലും നമ്മളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനാണ് ദൈവത്തിന്റെ നിശ്ചയം. അതുകൊണ്ടാണ് ഞാനും നീയും ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. വരുൺ, ഒന്ന് എഴുന്നേറ്റ് പോവോ? ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല. എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഒരു മുഹൂർത്തം കാത്തിരിക്കാൻ ഞാൻ. അത് കഴിഞ്ഞാൽ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണ്. അല്ല, വരുൺ താലി കിട്ടിയത് പ്രിയങ്കയാ. പഴകിപ്പോയൊരു കള്ളം ഇനിയും ആവർത്തിക്കണോ? ഈ കഴുത്തിലല്ലേ ഞാൻ താലി കിട്ടിയത്? ഈ കൈകളിലല്ലേ ഞാൻ പിടിച്ചത്? അവൾ എന്റെ അനിയത്തി. അവളുടെ ജീവിതം എനിക്ക് പ്രധാനപ്പെട്ടതാ. അവൾക്ക് എന്റെ ഭാര്യ പദവി ആവശ്യമില്ല. അവൾ എന്നോട് ആവശ്യപ്പെട്ട പണമെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ അതുകൊണ്ടാണ് പോയത്. അവൾ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് കൂടുതൽ വിലപേശലിനാണ്. ഇനി അവൾ എത്ര ചോദിച്ചാലും അത് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. കാരണം അത് നമ്മൾ ഒരുമിക്കുന്നതിനുള്ള പ്രതിഫലമാണ്. ഞാനിവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. തന്റെ ജീവിതത്തിലെല്ലാം തീരുമാനിക്കുന്നത് ഭഗവാൻ കൃഷ്ണനല്ലേ? ഇതും ഭഗവാന്റെ തീരുമാനമല്ലേ? നമ്മൾ ഒന്നിച്ച് ചേരണമെന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതല്ലേ? ഈ പാത്രം ആരാ താഴെ വെച്ചത്? പ്രിയങ്ക, പ്രിയങ്ക.